മറ്റേ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 20 മിനിറ്റ് 1 ലെങ്ത് വീഡിയോ എടുത്തതാണ്. ഇതെന്ന് പറഞ്ഞാൽ കട്ട് ചെയ്ത് എനിക്ക് അതിനുള്ള ക്ഷമയില്ല എന്നുള്ളത് ഞാൻ ഇന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. ഇറ്റ്സ് എ തലൈവർ മൂവി. ഓഫ് കോഴ്സ് വി ഗോട്ട് ടു വാച്ച് ഇറ്റ്. ഡോണ്ട് മൈൻഡ് ദ ബാക്ക്ഗ്രൗണ്ട് നോയ്സ്. ഇപ്പോൾ മൂവിക്ക് പോകാൻ റെഡിയാണ്. ഏത് മൂവിക്കാണ് പോകുന്നതായിരിക്കും ഒരാവറേജ് റിപ്പോർട്ടാണ് കേൾക്കുന്നത്. എന്നാലും നമുക്ക് പോയി കണ്ടു നോക്കാം. ആഫ്റ്റർ ഓൾ ഇറ്റ്സ് തലൈവർ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി കണ്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഐ എം ഗോയിങ് ഔട്ട് വിത്ത് ഫ്രണ്ട്സ്. ഒട്ടും ടൈമില്ല, നല്ല റഷിലാണ്. കാരണം മൂവി തുടങ്ങുന്നതിന് മുമ്പ് നമുക്കവിടെ എത്തണം. പൊതുവെ എനിക്ക് മൂവീസ് ഇടയ്ക്ക് വെച്ച് പോയി കയറി കാണുന്നത് അങ്ങനെ ഇഷ്ടമുള്ള ആളാണ്. മനസ്സിലായി? എനിക്ക് മൂവീസ് ഇടയ്ക്ക് വെച്ച് പോയി കാണുന്നത് ഇഷ്ടമുള്ള ആളല്ല ഞാൻ. അതുകൊണ്ട് മാക്സിമം നമുക്ക് പെട്ടെന്ന് റെഡിയായി പോകാൻ നോക്കാം. ഇതിനെപ്പറ്റി അവരുടെ റിവ്യൂ ആണ് കേൾക്കുന്നത്. എന്നാൽ നമുക്കൊന്ന് പോയി കണ്ടു നോക്കാം. ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടും. ആൾക്കാർ നോർമൽ ഓക്കെ പറയുന്ന മൂവിയാണെങ്കിൽ എനിക്ക് പൊതുവെ ഇഷ്ടപ്പെടാറുണ്ട്. ഓവർ ഹൈപ്ഡ് ആണെങ്കിലാണ് എനിക്ക് പൊതുവെ അതങ്ങോട്ട് പിടിക്കാത്തത്. അതുകൊണ്ട് ഇതെനിക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വേറെ എന്താ വർക്കൗട്ട് നല്ല തലവേദന ഉണ്ട്. എന്നാൽ ഞാൻ റിസ്ക് എടുത്ത് പോകാൻ അതാണ് ഞാൻ. അപ്പോൾ പോയി കണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അതും ഞാൻ നിങ്ങളോട് പറയുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ അതും ഞാൻ നിങ്ങളോട് പറയും. എന്തായാലും സൗകര്യമുള്ളൂ, നമുക്ക് കണ്ടു നോക്കാം. എന്താ വെച്ചാണ് ഞാൻ പോകുന്നത്. കുറേ പേര് പറഞ്ഞു നല്ല മൂവിയാണ്, കുഴപ്പമില്ല, കണ്ടിരിക്കാം എന്നൊക്കെ. ചിലർ ജയിലറിലാണ് പാർട്ട് 3 ആക്കി. നമ്മൾ ഓൾറെഡി ഇട്ട ലിപ്സ്റ്റിക്കുകളുണ്ട്. ഞാൻ ആക്കി ഇതാണ് ഇടുന്നത്. ജസ്റ്റ് ടച്ചപ്പ്. അയ്യോ, ഫുഡ് കഴിക്കുന്ന മുമ്പ് ലിപ്സ്റ്റിക് ഇട്ട ഞാനെന്താ മണ്ടിയല്ലേ. കുറച്ച് ഹാരിപ്പരിയിലാണ് ഗൈസ്. ഇനി ലേറ്റ് ആയാലും അതിനകത്തേറ് പറയും. ഞാൻ കറക്റ്റ് സമയത്ത് അവിടെ എത്തത്തില്ല. ഫൈൻ, ഓൾ ഗുഡ് ടു ഗോ. ഗൈസ്, ഞാൻ ഓൾമോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. ഇനി ഫുഡ് കഴിച്ചിട്ട് നേരെ പോവാണ്. അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം. പിന്നെ ടുഡേ ഇസ് എ ബിസി ഡേ. ബിസി ഡേ എന്ന് പറഞ്ഞാൽ എനിക്ക് സ്വന്തമായിട്ടൊരു മീ ടൈം കിട്ടാത്തൊരു ദിവസമാണ്. കാരണം കുറച്ച് പ്ലാൻസ് ഉണ്ടായിരുന്നു. ഓൾറെഡി യെസ് പറഞ്ഞിട്ട് പിന്നെ മാറ്റാൻ വയ്യ ഗൈസ്. ഞാൻ അങ്ങനത്തെ ഒരാളാണ്. ഫസ്റ്റ് ചാടുകറി യെസ് ലെറ്റ്സ് ഡു ഇറ്റ് പറയും. അത് കഴിയുമ്പോഴത്തേക്കും എനിക്ക് തന്നെ കുറച്ചൊരു അന്നത്തെ ദിവസം ആകുമ്പോൾ അയ്യോ യെസ് പറയണ്ടായിരുന്നു എന്നുള്ളൂ. ഓക്കെ, ബാക്കി ഞാൻ മൂവി കണ്ടിട്ട് എനിക്കെങ്ങനെ തോന്നി, എനിക്ക് ലൈക്ക് നോട്ട് എ മൂവി റിവ്യൂ ആൻഡ് ഓൾ, ബട്ട് ലൈക്ക് ജസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലോ എന്ന് എന്തായാലും പറയുന്നതായിരിക്കും. സോ ഇന്ന് ഞാൻ മൂവിക്ക് പോകാൻ വേണ്ടിയിട്ടേക്കുന്നത് ദിസ് ഈസ് മൈ ഔട്ട്ഫിറ്റ്. സോ എ സിമ്പിൾ ടീഷർട്ട്, ഒരു ജീൻസ് ആൻഡ് നോട്ട് ദിസ് വൺ. ഇത് ഞാൻ വീട്ടിൽ ഇട്ടേക്കുന്നതാണ്. ഇതിപ്പം മാറ്റും. അത് കഴിഞ്ഞിട്ട് പോകണം. ഞാൻ ഓരോന്നായിട്ട് ഓരോ സമയം ഓർക്കുമ്പം എടുക്കുന്നതാണ്. നമ്മളിപ്പോൾ ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുന്നത് കറക്റ്റ് സമയത്ത് പോകുന്നൊന്നും അറിയില്ല. അവിടെ മനസ്സിലാക്കുന്നത് വർക്ക് കഴിഞ്ഞ് പോയി കിടന്നുറങ്ങിയാൽ മതിയായിരുന്നു.
അങ്ങനെ മൂവി കഴിഞ്ഞ് തിരിച്ചു വന്നിരിക്കുകയാണ് ഗൈസ്. അയ്യോ, എന്തിനാ പോയത് എന്നായിപ്പോയി. കാരണം കുറേ നാൾ കഴിഞ്ഞിട്ട് മൂവിക്ക് പോവാണ്, തലൈവർ മൂവി. പക്ഷേ എനിക്ക് തോന്നുന്നത് പുള്ളി ബോറടിച്ചപ്പോൾ പുള്ളി തന്നെ ചെയ്ത കുറേ മൂവി ഒരുമിച്ചെടുത്തിട്ട് കണ്ട്, ശരി എങ്കിൽ നമ്മൾ ഇതുവരെ വെച്ച് ചെയ്തിട്ടില്ലാത്ത ഒരാളെ വെച്ച് ഫുൾ ലെങ്ത് പടം ചെയ്യാമെന്ന് വെച്ച് സെയിം ഇത് ചെയ്ത പോലെ തോന്നിയത്. എല്ലാ പടത്തിൻ്റെയും കൂടെ മിക്സ് ചെയ്തൊരു പാട്ടിറക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ഒരു പടം ചെയ്ത കണക്കാണ് എനിക്ക് തോന്നിയത്. എൻ്റെ അഭിപ്രായമാണ്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട് വൺ ടൈം വാച്ചബിൾ. പക്ഷെ അത് തന്നെ കുറേ ഭയങ്കര ലാഗ്. ഞാൻ വിചാരിച്ച് എൻ്റെ വീഡിയോ ആയിരിക്കും ലാഗെന്ന്, ഇത് അതിനേലും വലിയ ലാഗ്. എനിക്ക് എൻ്റെ കണ്ണ് കണ്ടാൽ മനസ്സിലാവും. മൂവി കഴിഞ്ഞു തിരിച്ചു വന്നു, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. നാളെയും മോർണിംഗ് ഷിഫ്റ്റാണ്. ഇവിടെ വന്നിരുന്നിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങിയിരുന്നെങ്കിൽ, ഒരു ചെറിയ നാപ്പെങ്കിലും എടുത്തിരുന്നെങ്കിൽ ഒരു അത് യൂസ്ഫുൾ ആയിരുന്നു തോന്നുന്നു. പക്ഷേ കുഴപ്പമില്ല, കണ്ടില്ലെന്ന് പറയണ്ടല്ലോ, കണ്ടെന്ന് പറയാമല്ലോ. അങ്ങനെ എന്തൊക്കെയോ എല്ലാ ഇൻഡസ്ട്രിയിൽ നിന്നും ഓരോരുത്തരെ വെച്ച് കൊണ്ടുവന്ന് അഭിനയിപ്പിച്ച്, അതാകുമ്പോഴത്തേക്കും എല്ലാ ഇൻഡസ്ട്രിയിലെ ഫാൻസും ഇപ്പോൾ എന്താ പറയുക, തെലുഗു, കന്നഡ, ബോളിവുഡ് എല്ലാത്തിൽ നിന്നും ആൾക്കാർ വന്ന് കാണുമല്ലോ. അപ്പം അതനുസരിച്ചൊരു ഗുമ്മെന്നായിരിക്കും ഉദ്ദേശിച്ചത്. പക്ഷേ വലിയ ഗുമ്മൊന്നും ഇല്ലായിരുന്നു. എല്ലാവരും ഇത് കണ്ടു കഴിഞ്ഞ് അതിൻ്റെ റിവ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലാന്നുണ്ടെങ്കിൽ അത് മറന്നു പോയിക്കാണ് ഇങ്ങനൊരു സംഭവം, ഇങ്ങനൊരു മൂവി ഇറങ്ങിയത്. പക്ഷേ ഞാനിപ്പോഴാണ് കാണുന്നത്, അതുകൊണ്ട് ഞാൻ ഇപ്പോഴാണ് അതിൻ്റെ ഇത് പറയുന്നത്. ഭക്ഷണപ്പാകുക, കിടക്കുക, ഉറങ്ങുക. ഇന്ന് ഞാൻ എന്തായാലും ഉറങ്ങും എന്നാണ് എൻ്റെ വിശ്വാസം. ഇന്നലെ കുറച്ച് ഉറക്കം മടുപ്പായിരുന്നു, പക്ഷേ ഇന്ന് ഞാൻ എന്തായാലും ഉറങ്ങും. നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പം ദാറ്റ്സ് ഓൾ. ഇന്ന് മൊത്തത്തിൽ എൻ്റെ ഡേ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എല്ലാം ഒന്ന് എഡിറ്റ് ചെയ്ത് സെറ്റാക്കിയിട്ട് പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കും. ഇതേപോലത്തുള്ള വീഡിയോസ്, ഇതേപോലത്തുള്ള എന്തെങ്കിലുമൊക്കെ കോപ്രായം കാണാനായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെല്ലാമാണ് നിങ്ങളെല്ലാം ഘടിപ്പിക്കുന്നത്, എന്തെല്ലാം ഒഴിവാക്കാം, എന്തെല്ലാം ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളതെല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ ഓൾ ദ ലവ് ആൻഡ് സപ്പോർട്ട്. ഇറ്റ് മീൻസ് എ ലോട്ട്. ഹാവ് എ നൈസ് സ്ലീപ്പ്. അപ്പോൾ വീണ്ടും ചിന്തിക്കുമ്പോഴേക്കും ബൈ.